മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനോട് സമനില പിടിച്ച് ഇന്ത്യ. ശുഭ്മാൻ ഗിൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത്. 311 ലീഡ് വഴങ്ങിയിട്ടും രണ്ടാം ഇന്നിംഗ്സിൽ തിരിച്ചടിച്ച ഇന്ത്യ 4 വിക്കറ്റിന് 425 റൺസ് എന്ന നിലയിൽ മത്സരം സമനിലയിലാകുകയായിരുന്നു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് ചേരുന്നുണ്ട്. ഖിലാഫ്, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ 311 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ആദ്യ ഇന്നിംഗ്സിൽ 315 റൺസിന്റെ ലീഡാണ് ഇംഗ്ലണ്ട് നേടിയത്. ഇതിനെ പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റർമാർ നൽകിയത്. കാരണം ആദ്യ ദിനത്തിൽ 2 വിക്കറ്റുകൾ അതിവേഗം പോയിരുന്നെങ്കിലും പിന്നീട് KL രാഹുലും അതേപോലെ തന്നെ ഗില്ലും കൂടിയായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് നയിച്ചത്. ഇരുവരും ചേർന്ന് ആദ്യ ദിനം തന്നെ മികച്ച രീതിയിൽ കളിച്ചു. ശുഭ്മാൻ ഗില്ലിന് പുറമെ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി. ഇവരുടെ സെഞ്ചുറി മികവിലാണ് ഇന്ന് ഇന്ത്യ സമനില നേടിയത് മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് രാഹുലിന്റെ ഇന്നിംഗ്സ് ആണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയെ ഒരു കരകയറ്റിയത് രാഹുലാണ്. 90 റൺസുമായാണ് ഇന്ന് രാഹുൽ പുറത്തായത്. പിന്നീട് 103 റൺസുമായി ശുഭ്മാൻ ഗില്ലും വാഷിംഗ്ടൺ സുന്ദറിന്റെയും രവീന്ദ്ര ജഡേജയുടെയും മികച്ച ഒരു പോരാട്ട വീര്യമാണ് ഇന്ന് ഇന്ത്യക്ക് സമനില നൽകിയത്. രവീന്ദ്ര ജഡേജ 107 റൺസും വാഷിംഗ്ടൺ സുന്ദർ 101 റൺസുമാണ് അഖില ഇന്ന് നേടിയത്. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അവസാന മത്സരത്തിലേക്ക് എത്തുമ്പോൾ, ഈ വ്യാഴാഴ്ച തുടങ്ങുന്ന അവസാന ടെസ്റ്റ് മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. അവസാന മത്സരത്തിൽ വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനായിരിക്കും ഇന്ത്യ ഇറങ്ങുക. അഖില, 311 ലീഡ് വഴങ്ങിയിട്ടും രണ്ടാം ഇന്നിംഗ്സിൽ തിരിച്ചടിച്ച ഇന്ത്യ 4 വിക്കറ്റിന് 425 റൺസ് എന്ന നിലയിൽ മത്സരം സമനിലയാവുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഖിലാഫ.